ഹായ്, എൻ ജെയുടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇത് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വിജയണ്ണന്റെ തുപ്പാക്കിയിലെ നെക്സ്റ്റ് സോങ് ആണ്. കഴിഞ്ഞ ആ ഒരു സീൻ എന്താ പറയാ, ആ ഒരു റൊമാൻറ്റിക് സമയങ്ങൾ, പ്രത്യേകിച്ച് ജയറാമേട്ടന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ആ പാർട്ടി നടക്കുന്നുണ്ട്, അതായത് ഇവന്റിന് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള ഒരു സംഭവമാണ്. നമ്മളെ തളപതി ഇങ്ങനെ ആ ഒരു നല്ല ഷോട്ടിലൊക്കെ വരുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പാട്ടിന്റെ പേര്? ലൈക്ക ലൈക്ക എന്നാണ് സോങ്ങിന്റെ പേര്. നമുക്ക് എന്തായാലും നേരെ ആ സോങ് കണ്ടു നോക്കാം. റെഡിയല്ലേ? ഒരു പാർട്ടി വൈബ് സോങ് എന്നത് തുടക്കം. പൊളി പൊളി, നല്ല ഷോട്ട്. ഡോണിന്റെ ഒക്കെ പോലെ ഡോൺ പഠിക്കുന്നത് കുറച്ച് ബീറ്റ് ബീറ്റ്. പക്ഷെ ജസ്റ്റ് ഭയങ്കര ഹാർട്ട് ഫീലിംഗ് അവിടെ അല്ലേ? நீ தொட்டு பேசும் ஹாட்டுக்குள்ளே மைனஸ் டிகிரி வெப்பம், நீ ஆக்சிஜனில் சுவாசத்தாலே வாசம் சேர்க்கும் நுட்பம்.
അവിടെ കയ്യടി കിട്ടി ആ ഒരു സംഭവത്തിന്. എന്തായാലും പൊളി സോങ് കേട്ടോ, ഭയങ്കര വൈബ് പാർട്ടി സോങ്, ഫുൾ പാർട്ടി. അത് മാത്രല്ല നന്നായിട്ട് കാജലിനെ കാണിച്ചിട്ടുണ്ട് അല്ലെ. എനിക്ക് ആ ഒരു ചെറിയൊരു ഡ്രസ്സ് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നിയിട്ടുണ്ട്. ആ ഒരു സോങ് ആയിട്ട് ഒരു മാച്ച് ഇല്ലാത്തൊരു ഫീൽ വന്നിട്ടുണ്ട്. കാജലിനെ ശരിക്കും നല്ല രസത്തിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ആ ഒരു സീനിൽ തന്നെ ഡ്രസ്സ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട്. ഇതിനകത്ത് എന്തോ ആ ഒരു പാട്ടായിട്ടൊരു മാച്ച് ചെയ്യാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ സ്റ്റെപ്പൊക്കെ ഒരു രക്ഷയില്ല. അതിന്റെ കൂടെ തന്നെ തളപതിയുടെ സ്റ്റെപ്പ് പിന്നെ പറയണ്ട, ഭയങ്കര ഗ്രേസ്, ആ മൂവ്മെന്റ് ഒക്കെ ഇങ്ങനെ ഒഴുകി പോകുന്ന രീതിയിലുള്ള സാധനമാണ്, ഒരു രക്ഷയില്ല. പിന്നെ ജയറാമേട്ടൻ അതിന്റെ അടുത്തൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ സ്ക്രീൻ പ്രസൻസ് നന്നായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട സിംഗേഴ്സിനാണ് ജാവേദ് അലി, അതുപോലെ സൈനോര ഫിലിപ്പ്, പിന്നെ നമ്മളെ ഷർമിള. ഇവര് മൂന്നുപേരും കൂടിയാണ് പാട്ട് പാടിക്കുന്നത്. ഭയങ്കര ഫീൽ അല്ലേ സോങ്ങിന്, ആ ഒരു റേഞ്ച് ഇല്ലേ, എനർജി സാധനം നല്ലോണം കൊടുത്തിട്ടുണ്ട്. ഭയങ്കര എനർജറ്റിക് ആണ് സംഭവം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ശരിക്കും ആ ഒരു പാർട്ടി സോങ് പോലെയാണ് അവര് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. നല്ല ബീറ്റ് ഒക്കെ ഇടക്കിടക്ക് ബീറ്റ് ഇങ്ങനെ ടെൻ സാധനം വരുന്നൊക്കെ നല്ല രസമായിരുന്നു. അതായത് ഭയങ്കര കിടിലൻ കോമ്പോസിഷനുമാണ് കേട്ടോ. അതായത് ഭയങ്കര നമ്മൾ പറയില്ല എന്താ പറയാ, ഒരു വൈബ്രേറ്റിംഗ് സാധനം എന്നൊക്കെ പറയും. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂവിയിൽ എല്ലാ സോങ്ങും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് നമ്മുടെ സൂര്യണ്ണനായിരിക്കും അല്ലെ. കാരണം വെച്ചാല് എന്താ പറയാ, ഹാരിസ് ജയരാജിന്റെ മ്യൂസിക് ആയതുകൊണ്ടാണ് തോന്നുന്നത് നമ്മള് കൂടുതൽ ഹാരിസ് ജയരാജ് സൂര്യണ്ണൻ കൊമ്പാണ് നമ്മള് കൂടുതലും കണ്ടിട്ടുള്ളത്. ചിലപ്പോ അതുകൊണ്ടായിരിക്കും സംഭവം അല്ലെ. അതിനാണ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫ്രഷ് ഫീലിംഗ് തോന്നുകയും ചെയ്യും. നമുക്ക് ഇത്ര വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഫ്രഷ് ഫീലിംഗ് കിട്ടുന്നത് ആ സംഭവം അധികം കേൾക്കാത്തോണ്ടാണ്, അല്ലെങ്കിൽ കാണാത്തോണ്ടാണ്. പിന്നെ നമുക്ക് ആകെ അറിയുന്ന ഒരു പാട്ട് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള പാട്ട് ഗൂഗിൾ സോങ് ആണ്. അത് നമ്മളെ തളപതി ഷുവർ ആണ്. ഈ സോങ് കേട്ടിട്ടില്ല. പിന്നെ മറ്റേ കഴിഞ്ഞ നിഷ സോങ് ആദ്യത്തെ സോങ് കേട്ടിട്ടുണ്ട്, ഫസ്റ്റത്തെ സോങ് ഞാൻ കേട്ടിട്ടില്ല, കുറച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ എവിടേക്കാ മറ്റേ മ്യൂസിക് ഇല്ലേ ആ സാധനം കേട്ടിട്ടുണ്ട്. പക്ഷെ ഗൂഗിൾ ആകെ അറിയാലോ, തളപതിയല്ലേ പാടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം എന്താണെന്നറിയില്ല. കാരണം ഒരു സോങ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സീൻ ആകാൻ സാധ്യതയുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് വീഡിയോക്ക് നമ്മൾ വെയിറ്റിംഗ് ആണ്.